ഹലോ, മൈ നെയിം ഈസ് റാംജി റാവ്. എന്തോന്ന്? റാംജി റാവ് സ്പീക്കിംഗ്. ഓക്കെ. അവൻ കട്ടി കളഞ്ഞല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. അത് പറഞ്ഞാണല്ലോ ആശാനെ. ചേടാ, റാംജി റാവു സ്പീക്കിംഗ്. സ്പീക്കിംഗ്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ. യെസ്. നിങ്ങളുടെ മകൾ നിഷ മോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗുഡ്, വെരി ഗുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എന്ത് പറ്റി? നമ്പർ തെറ്റി നോക്കി. എന്തായി? എന്താ പറഞ്ഞ? അയാൾ എന്തൊക്കെ പറയുന്നു? ഇവൊന്നും ഉറക്കൂല്ലേ? മതാചേട്ടാ, ഞാൻ ഒന്നിനു പോയിട്ടെ. നമ്പർ കിട്ടിയോ? അതെ, അത് തന്നെയാ. 34523. ഹലോ, റാംജി റാവ് സ്പീക്കിംഗ്. അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം. നോക്കി. ശരിയാ, ഫോൺ ടാപ്പിയാണെന്നാ തോന്നുന്നത്. വേല ഇറക്കരുത്. മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ? എന്തോ ഓഫ് ചെയ്യാൻ? നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാൻ. നിർത്തി. റാംജി റാവ് സ്പീക്കിംഗ്. റാംജി റാവ്, നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴാ പണം കൊണ്ടുവരേണ്ടത്? ഇന്ന് രാത്രി 8 മണിക്ക്. ഇവിടെ വരണം. ന്യൂ ലൈറ്റ് ഹൗസിന് പിന്നിൽ. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം. ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഉണ്ടാവില്ല. മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. കെയർഫുൾ. എനിക്ക് വയറ് കത്തിയിട്ട് പാടില്ല, ആകെ കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. പേടിയുണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോണ്ട് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മത്തായി ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു. ഉറുമീസ് തമ്മാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയായി ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജി റാവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമീസ് തമ്പാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലെയിം. അയ്യോ, ഉറുമീസ് തമ്പാനിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മൾ 3 പേരും കൂടെ ഉറുമീസ് തമ്പാൻ മാറെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാം. നീ ഒറ്റയ്ക്കല്ല അല്ലാണ് അയാൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോകണോടാ? നിന്റെ സൗണ്ട് അയാൾ കേട്ടുപോയില്ലേ? എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ? അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ അല്ലേ ഗോപാലകൃഷ്ണ? ഓ, ഈ വണ്ടിയിലാ? ഇങ്ങോട്ട് പറയേ ബാലകൃഷ്ണ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? പിന്നീട് ഉറുമീസ് തമ്മാൻ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ കുറെ പണ്ടാരങ്ങളോട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ. കള്ളനെങ്കിൽ കള്ളൻ, തമ്പാനെങ്കിൽ തമ്പാൻ. അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ വടേ ബാലകൃഷ്ണ, ആ മേലെ ഇരിക്കുന്ന പെട്ടിയിലാണോ താഴെ വലിച്ചിടേ? താനെന്തിനാ ഇതൊക്കെ അടച്ചു പൂട്ടുന്നേ? തുറന്നേ. നേര് പറ, നിഷമോളെ എവിടെ? അതിന് സാർ എവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? നോണ, ഇവിടെ നീയും സാറും കൂടെ പലതും മറച്ചു വെക്കണുണ്ട്. സത്യം പറയണം. ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പ് നടന്നില്ലേ? അത് തന്നെ മറ്റുള്ളവർ പോയി പറ. ഞാനല്ലാതെ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചാല് ടയർ 4 പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തോരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ നമ്മുടെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ? ലോട്ടറി അടിച്ചോ? സാർ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. കാലത്തേനും ധർമ്മക്കാരും ഉണ്ടായിരുന്നുള്ളൂ. സാർ, ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞേ? ബാ, ദേ ഇതൊക്കെ ഒന്ന് വെള്ളപൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്ത് വരും വെച്ചത് പറഞ്ഞേ പറ.
താൻ എന്തോടെ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാ? സാറേ ഇതിന് ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ ഇതിന് എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ. തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ ആ വേഷങ്ങളൊക്കെ എന്താ നോക്കുമല്ലോ. വേണ്ടേ? എന്നോട് ചോദിച്ചാ പോരെ. എന്താ വേണ്ടേ? നമുക്ക് വേണ്ട ആ 3 കള്ളന്മാരെ വേഷം. 3 കള്ളന്മാരെ വേഷം. ഞാൻ അഭിനയിച്ച നാടകത്തിനുണ്ടല്ലോ 3 കള്ളന്മാരെ വേഷം. ദേ, ദേ, ഇത് പറ്റും നോക്കി. ദേ, ദേ, ഇതിങ്ങനെ കണ്ണി വെക്കണ കണ്ട. ഇത് കൊള്ളാം. ഇത് 3 എണ്ണം കാണും. ഉണ്ടാവും. അപ്പൊ ഇത് മതി. ഇതൊന്നും വേണ്ടെന്നേ, ഇതൊരു മാതിരി കോമാളി വേഷം പോലെ ഇരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമ്മാനം ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് എന്തിനാ നമ്മൾ വേഷം കൊടുക്കണേ? അയാൾ തുണിയെടുക്കണ്ട വരണേ. ഹാ, അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സമ്മാനമായിട്ട് ഓ, പോകുന്നു. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും. അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലോ? എന്താ? ഈ രാജാപാർട്ടി വേഷമൊക്കെ ഇട്ട് അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേതാ? മറ്റേത് ഏത്? ഞാൻ ഇവിടെ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത് പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പറ്റില്ല. ചുമ്മാ അല്ല ഉറുവച്ചി തിയേറ്റേഴ്സ് അടച്ചു കൂട്ടിയത്. എന്താ? അല്ലെ മനുഷ്യന്മാരിടുന്ന വേഷമൊന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തീറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 കളി മതി. നിനക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. തമാശ തമാശക്കാരാ തമാശക്കാരാ. ദേ, നിനക്ക് ഞാൻ നല്ലൊരു കൂട്ട് തരാം. കൂട്ടാ? അല്ല, കോട്ട്. കോട്ട്? അങ്ങനൊക്കെ ഇവിടെ തന്നെ ഇനി വരണം. ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരും ഇല്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല, നിങ്ങളെ 3-4 ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ? തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല, 3 ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ, ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ആ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കില്ല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വരടാ, ഇവിടെ വന്ന് കൂത്തിരിക്കും എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്തേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കിരിക്കേ. ആ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാനുകൾ എന്താ വലിയ ചില്ലിത്തൊക്കെ പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കുരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാൽ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതിലെ കണ്ടേ ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും മീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. അയ്യോ പെട്ടെന്ന് വിട്ടോ. അല്ല പറ്റിച്ചല്ലോ. നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ എടാ നിനക്ക് ഓടണം. ഞാൻ പറഞ്ഞ സ്മൈലിനെ കുറ്റം സ്പീഡിൽ ഓടും ചെയ്യും. നിക്കാ ബാലകൃഷ്ണ, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ? എടാ, കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെ അടുത്തുണ്ട്. കാറ് വിടാ, വിട് കാറ്. ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോഴും നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്ക് തുറക്ക് മോനെ. ഡ്രൈവർ സോറി, ഇത് തുറക്ക് തുറക്ക് തുറക്കണ സ്മാനെ. ഒന്നാമത് തല്ലി തല്ലി അടുക്ക പോ. വിട് വിട് വിട. എന്താ കളിക്കും? വിട്. അല്ലോ എന്റെ ഊരവാതിരികളെ പറ്റിച്ച്. ബാലകൃഷ്ണ, ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഇതെന്തിട്ട് ഈ ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ? വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. നീ ഒരെണ്ണം പോയി വീണിട്ട് പാടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നും മത്തായിച്ചേട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി.
ഇവിടെ ഇരി. ഛെ, ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല, പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത്. ബാലകൃഷ്ണ പേര് വിളിക്കരുത്, തമ്മിൽ തമ്മിൽ അറിയരുത്. വരുന്നു 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 വരുന്നു. പറ, 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 പറ. പറ. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. ചേട്ടാ, അവിടുത്തെ നിന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞെവിടെ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കാട്ടെ, എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്. ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം കൊണ്ടുവരാം. അല്ലെങ്കിൽ പോകരുത്. ആ പെട്ടിക്ക് തടാ. കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട. പെട്ടി തരാൻ. നീ കൊടുത്തേക്ക്, രക്ഷയൊന്നുമില്ല. നിഷമോളോടെ. അതെ, ഉർവശി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീൻ മറീസിന്റെ നിഷമോളോടെ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിഷമോളോടെ പറയടാ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടൽ. മിസ്റ്റർ ഉർമീസ് തമ്പാൻ, ഞങ്ങളെ തടയരുത്. നടക്കടാ. സ്റ്റോപ്പ് ഇറ്റ്. രാംജിറാവു, രക്ഷപ്പെട്ടോളൂ. ഒക്കെ പോലീസുകാരെ എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? മിസ്റ്റർ ഉർമീസ് തോക്കിൽ നിന്ന് വിടാൻ. ഇവിടെ ഒച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഒടുങ്ങിലും ഉണ്ടാവും. വേണം വരി. ഇതിലെ ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലകൃഷ്ണനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണ. മജീദ്, ജബ്ബാറ്, സുക്കൂറ്, ബിലാല, അരി ഊരടിക്ക് അരിച്ചു കൊടുക്കാൻ അവിടെ. മഞ്ഞ പിശാച് ബാലകൃഷ്ണൻ നമ്മളെ പാർട്ടിയൊന്നുകൊണ്ടിട്ട് പോയാടി നീക്കി പിടിക്കിച്ച കാര്യം. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞ കാര്യം. എന്തത് എന്റെ നെഞ്ചിൽ തന്നെ നിൽക്കണേ? അങ്ങോട്ട് പോട്ടെ. അയ്യോ, അങ്ങോട്ട് തിരിച്ചു പിടിക്ക്. അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കാണുന്നടാ. പരിപാടിയൊക്കെ വേണ്ട. പോയില്ലേ മുതല്? ഇനി ഇങ്ങനെ അങ്ങനെ നിന്നെ വിട്ടില്ലല്ലോ. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്.
നിങ്ങളിലാണോ? ഇതെന്താ ഇയാൾ പിടിച്ചോലിക്കുന്നത്? തടുത്തോ? അമ്മേ! അയ്യോ അയ്യോ അയ്യോ! നിർത്തി. എന്താ ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണോ പ്രാന്ത് പിടിച്ചതോടെ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. തന്റെ ആണോ? ഞാനേ അടുത്താള് വാ. നീ എന്താ ഇവിടെ കുതിര കളിക്കുക? ഇടുവാ നിന്നെ ഞാനൊരു ഇരിക്കട്ടെ. എനിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാ ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ മലന്ന് എടുക്കണ്ട. ഞാൻ എനിക്ക് കൂട്ടി ഏറ്റുപായിട്ട് ഒരു ചവിട്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ. ബാലകൃഷ്ണ ഓടിക്കോ, ഞാൻ ഏതായാലും കയ്യച്ചോ. ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ. ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ശശി നമ്മള് വിചാരിച്ച പോലെ അല്ലേട്ടാ. അയാൾ 3 ആൾ ഇരിക്കണം. ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. നന്ദിയുള്ളവരാണ്. കംപ്ലീറ്റ് ലെവലാക്കി.